സമ്പൂർണ്ണത അഭിയാൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആസ്പിരേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സബ് കളക്ടർ ജയകൃഷ്ണൻ വി.എമ്മുമായി മനേഷ് എം.പി. സംസാരിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആസ്പിരേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാം സമ്പൂർണ്ണത അഭിയാൻ എന്ന പേരിൽ ത്വരിതഗതി ആർജിച്ചിരിക്കുന്നു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രോഗ്രാമിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനായി ഈ പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കൂടിയായ ദേവികുളം സബ് കളക്ടർ ശ്രീ ജയകൃഷ്ണൻ വി.എം. എന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സർ. ഈ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാം സമ്പൂർണ്ണത അഭിയാൻ എന്ന പേരിൽ ഒരു 90 ദിന പരിപാടിയാകുന്നതിന് മുന്നേ തന്നെ ആകാശവാണി ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു സഹകരണത്തോടുകൂടി ഈ പദ്ധതിക്ക് വേണ്ട കാര്യങ്ങൾ താങ്കൾ ആലോചിച്ചിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം സർ. നമുക്കറിയാം, നമ്മുടെ നീതി ആയോഗിൻ്റെ ഒരു പ്രോഗ്രാമാണ് ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല ജില്ലകളും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആ സമയത്തുള്ള ആ സോഷ്യൽ ഡെവലപ്മെൻറ്റും ആ പ്രോഗ്രാം റൺ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം ജില്ലകളിൽ നിന്ന് മാറി കുറച്ചുകൂടി രാജ്യത്തുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, പിന്നോക്കം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല മേഖലകളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ആകാം, ന്യൂട്രീഷൻ ആകാം, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനത്തെ പല മേഖലകളിലും പിന്നോക്കം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് സ്പെഷ്യൽ ഫോക്കസ് നൽകി അവരെ ആ ഒരു സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, നമ്മുടെ എപ്പോഴും പറയും നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ അതിലൊരു 39 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെഗുലർലി മോണിറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ഇൻറ്റൻസീവായിട്ട് നമ്മൾ ഏറ്റവും പ്രയോറിറ്റിയിൽ എടുക്കേണ്ട ഒരു 6 ഇൻഡിക്കേറ്റേഴ്സ്, അതായത് 6 മേഖലകളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഏറ്റവും മുന്നിലോട്ട് കൊണ്ടുവരുന്ന ഒരു നടപടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സമ്പൂർണ്ണത അഭിയാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീതി ആയോഗ് തന്നെ ഒരു ക്യാമ്പയിൻ മോഡിൽ റൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മാസ പീരീഡാണ് അവർ പറയുന്നതുള്ളത്. അപ്പോൾ അതിൽ ഒരു 6ഓളം ഇൻഡിക്കേറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പലരും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ഇപ്പം ഡയബറ്റീസ്, ഇപ്പം ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ക്യാൻസർ, അങ്ങനത്തെ പല രോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് വളരെ കൂടുതലുള്ളൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ അതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒരുപോലെയുള്ളൊരു ഫോക്കസാണ് നമ്മുടെ ഈ ഒരു ഹെൽത്ത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ നമ്മളൊന്ന് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമ്പൂർണ്ണത അഭിയാനിൽ നമ്മൾ പറയുന്ന നമ്മുടെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഇത് രണ്ടിൻ്റെ ഒരു സ്ക്രീനിങ്, അതായത് വരുന്നതിന് മുന്നേ തന്നെ കണ്ടെത്തിയാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയിട്ട് ആ രോഗം വരുന്നത് തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ സമ്പൂർണ്ണത അഭിയാനിൽ ആദ്യമായിട്ടുള്ളത്. മൊത്തം 6 ഉണ്ട്. അതിൽ 2 തന്നെ, ഒന്ന് ഈ ഹൈപ്പർ ടെൻഷൻ്റെ സ്ക്രീനിങ്ങും രണ്ടാമത്തത് നമ്മുടെ ഡയബറ്റീസിൻ്റെ സ്ക്രീനിങ്ങുമാണ്. അപ്പോൾ അതിന് ഈ ഒരു 3 മാസ കാലഘട്ടത്തിൽ നമ്മൾ കഴിവതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഈ ഒരു രോഗത്തിൻ്റെ സ്ക്രീൻ ചെയ്തിട്ട് അവർക്ക് രോഗം വരുന്നതിന് മുന്നേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇൻ കേസ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സാ രീതിയിലേക്കും നമ്മൾ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ക്രീനിങ് ക്യാമ്പ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ പഞ്ചായത്ത് വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. പഞ്ചായത്ത് അതിൻ്റെ കീഴിൽ വരുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും അതുപോലെ തന്നെ ICDS അംഗൻവാടി വഴിയാണ് നമ്മുടെ ഈ സ്ക്രീനിങ് ക്യാമ്പ്സ് നടത്തുന്നത്. അപ്പോൾ അതിനുള്ള രൂപരേഖ ആയിട്ടുണ്ട്. അടുത്തൊരു 3 മാസത്തിനുള്ളിൽ നമ്മൾ ഇതിനുള്ള ഈ സ്ക്രീനിങ് ക്യാമ്പ്സ് ഓരോ സ്ഥലങ്ങളിൽ നടത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധി നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇടമലക്കുടി എന്ന് പറയുന്ന പഞ്ചായത്തും നമ്മുടെ ഇതിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ വളരെയധികം റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഈ ഒരു സ്ക്രീനിങ് ക്യാമ്പിന് നമ്മൾ ഈ സ്ക്രീനിങ് ക്യാമ്പ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ABCD ക്യാമ്പയിനും, അതിനോടൊപ്പം തന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലുള്ള എൻറോൾമെൻറ്റും ഹെൽത്ത് ചെക്കപ്പ്, അങ്ങനത്തെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ക്യാമ്പായിട്ട് തന്നെ അവിടെ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മഴ മാറുന്നതോടുകൂടി നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിലോട്ടുള്ള നടപടികൾ തുടങ്ങുന്നതായിരിക്കും. ഈ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സമ്പൂർണ്ണത അഭിയാനായി മാറുമ്പോൾ 6 സൂചകങ്ങളാണല്ലോ പ്രധാനമായിട്ടും അതിനകത്ത് ഊന്നൽ കൊടുക്കുന്നത്. അതിൽ പ്രധാനം ഗർഭിണികളുടെ ആരോഗ്യമാണ്. എന്താണ് ദേവികുളം പഞ്ചായത്തിലെ സ്ഥിതി? അതിൽ നമ്മുടെ ഈ സമ്പൂർണ്ണത അഭിയാനിൽ വരുന്ന ആദ്യം നമ്മൾ പറഞ്ഞ 2 പാരാമീറ്റേഴ്സ് കൂടാതെ വേറെ 2 പാരാമീറ്റേഴ്സ്, മൊത്തം 6 ഉണ്ടായാലും ബാക്കിയുള്ള 2 എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ആൻറ്റിനേറ്റൽ കെയർ, അതായത് ഒരു പ്രഗ്നൻ്റ് ആയി ഒരു 3 മാസം നമ്മൾ ആദ്യത്തെ 3 മാസത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
എന്നാലേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെൻ്ററി ന്യൂട്രീഷനും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇതിപ്പോൾ ഏതൊരു ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെ അടുത്ത് ചോദിച്ചാലും ഈ ആദ്യത്തെ 3 മാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ആദ്യത്തെ ഒരു 3 മാസത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കുറവാണ്, താരതമ്യേന ഒരു സ്റ്റേറ്റ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ കുറവാണെന്നാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ള വേണ്ടിയിട്ടുള്ളൊരു ഡ്രൈവ് നമ്മൾ നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻസ് ഉണ്ട്. കൂടുതൽ ആൾക്കാരെ നമ്മുടെ ഈ ഒരു മോണിറ്ററിങ് സിസ്റ്റത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിനനുബന്ധിച്ചുള്ള ഒരു സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ അവരെടുക്കുന്നുണ്ട്, അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നുള്ളൂ. അപ്പം അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ബാക്കി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ബാക്കിയുള്ള 2 പാരാമീറ്റേഴ്സിലും സമ്പൂർണ്ണത അഭിയാൻ്റെ കീഴിൽ വരുന്നത്. ഇതുവഴി നമുക്ക് കൂടുതൽ ഫസ്റ്റ് 3 മന്ത്സിലുള്ള പ്രഗ്നൻസി ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അവർ കൃത്യമായിട്ടുള്ള ഒരു സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, അതായത് അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഓരിപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തുന്ന വഴി അവരുടെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി നമുക്കത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ബാക്കിയുള്ള 2 എണ്ണം. പിന്നെയുള്ള ഇതിന് കൂടാതെയുള്ള ഒരെണ്ണമാണ് നമ്മുടെ സോയിൽ ഹെൽത്ത് കാർഡ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഉടനീളം എന്നുള്ള ഒരു കാര്യമാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് എന്നുള്ളത്. നമ്മുടെ ഒരു അഗ്രികൾച്ചറിൽ, നമ്മുടെ കൃഷിയിൽ നമ്മുടെ മണ്ണ് ഇതിന് സ്യൂട്ടബിൾ ആണ് എന്നുള്ളത്, അതിൻ്റെ ഒരു ന്യൂട്രീഷൻ, അതിൻ്റെ എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അറിഞ്ഞിരിക്കുന്നത്, ഏത് വിള നമുക്ക് അതിനകത്ത് നട്ടാൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു സൂചകമാണ് നമ്മുടെ സോയിൽ ഹെൽത്ത് കാർഡ് എന്നുള്ളത്. അപ്പോൾ അതും ഈ സമ്പൂർണ്ണത അഭിയാൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാരാമീറ്ററാണ്. നമ്മുടേത് ഒരു അതിർത്തി ജില്ല അല്ലെങ്കിൽ അതിർത്തി ബ്ലോക്ക് പഞ്ചായത്താണല്ലോ. ഇപ്പോൾ ആദ്യത്തെ ട്രൈമസ്റ്ററിലെ രജിസ്ട്രേഷനും അവരുടെ ആരോഗ്യവും ഒക്കെയാണ് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കാര്യം. ആചാരപരമായ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എത്താനുള്ള സൗകര്യം കൊണ്ടോ അവർ പലപ്പോഴും ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയാണ്. അപ്പോൾ അതൊരു ചലഞ്ച് ആവുന്നില്ലേ? ചലഞ്ചിങ് ആയിട്ട് മാറ്റുന്നുണ്ട്, പക്ഷേ ചലഞ്ച് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ കൃത്യമായിട്ട് വേണ്ടുന്നത്. എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മളിങ്ങനൊരു സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ മറയൂരൊക്കെയുള്ള ഭാഗങ്ങളിലുള്ളവർ അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത് അപ്പുറത്ത് തമിഴ്നാട്ടിൽ പോകുന്നതാണ്. അപ്പോൾ അവർക്ക് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ അവർ നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് മോണിറ്ററിങ് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവരവിടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളവർ ഒഴിവാക്കുന്നൊന്നുമില്ല. അവർക്ക് എപ്പോഴും നമ്മുടെ ഈ ന്യൂട്രീഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എപ്പോഴും നമ്മുടെ ICDS വർക്കർമാരെല്ലാം അതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതും അവരെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് മണ്ണ് പരിശോധനയാണ്. നമ്മളിപ്പോൾ ഒരു മഴക്കാലത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് പരിശോധനയ്ക്കാണെങ്കിൽ ഉണങ്ങിയ മണ്ണ് തന്നെ വേണം താനും. അത് അത്തരം പ്രവർത്തനങ്ങളെ കൂടുതൽ ചലഞ്ചിങ് ആക്കുന്നില്ലേ? അതും മറ്റൊരു ചലഞ്ചാണ്. പക്ഷേ ഇത് നമുക്കറിയാം, ഇതൊരു മൺസൂണിൻ്റെ ഒരു സമയമാണ്. അപ്പം ഇവിടെ മാത്രമുള്ളൊരു ചലഞ്ചല്ല, അത് ഇന്ത്യ ഉടനീളം ഒരു മൺസൂണിൻ്റെ ഒരു ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് ഒരു പറയുന്ന ടാർഗറ്റ് അനുസരിച്ചിട്ടുള്ള മണ്ണ് സാമ്പിൾസ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വെതർ അനുസരിച്ചിരിക്കും അത് കളക്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമുക്ക് എടുത്ത മണ്ണ് നമുക്ക് ഉണക്കി വേണമെങ്കിലും നമുക്ക് ആ ഒരു ഉണങ്ങാനുള്ള സമയം കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി അതിനകത്തുണ്ട്. പക്ഷേ നമ്മളതിനകത്ത് ചെയ്യാതിരിക്കുന്നില്ല. നമ്മളതും മാക്സിമം നമ്മളതിൻ്റെ സോയിൽ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ 6 സൂചികകളിലാണ് ഊന്നൽ നൽകുന്നത് എങ്കിലും ഈ ആസ്പിറേഷണൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 39 സൂചികകളിലാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ മറ്റ് സൂചികകളിലൊക്കെ നമ്മുടെ നിലവാരം എവിടെയാണ്? നമ്മുടെ നിലവാരം നോക്കുമ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴാണ് നമ്മുടെ നീതി ആയോഗ് ഈ ഒരു 500 ആസ്പിറേഷണൽ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് ഫെഡറലിസം എന്നൊരു രീതിയിലാണ്. അതായത് മറ്റുള്ള ബ്ലോക്കുകളുമായിട്ട് ഒരു മത്സര ബുദ്ധിയോടുകൂടി അവരുടെ എല്ലാവരുടെയും ഒരു ഗോൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിലേക്ക് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ഒരു റാങ്കിങ് എന്ന രീതിയിലാണ് ഈ ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം, മുന്നേ ഉണ്ടായിരുന്ന ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിലെ അതായത് തുടക്കത്തിൽ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ റാങ്കിങ് 209 ആയിരുന്നു 500 ആസ്പിറേഷൻ ബ്ലോക്കുകളിൽ. പിന്നീട് അതൊരു 3 മാസത്തിന് ശേഷം നമ്മുടെ സെപ്റ്റംബർ മാസത്തിലായ നമ്മുടെ റാങ്കിങ് 120 ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു സൂചകമാണ്. ഇനിയും നമ്മൾ മുന്നോട്ട് തന്നെ വരാൻ അതിനു വേണ്ടിയിട്ട് ഊർജ്ജം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു റാങ്കിങ് സിസ്റ്റം. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ മികച്ച നിലവാരം പുലർത്തിയ ഒരു മേഖല ഹൗസിംഗ് മേഖലയാണ്. ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ?
അതെ, അത് നമ്മുടെ ആസ്പിറേഷണൽ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാരാമീറ്റേഴ്സിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഹൗസിംഗ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു വളരെയധികം മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 200ഓളം വീടുകളാണ്, 218 നമ്മൾ പ്രപ്പോസ് ചെയ്തിരുന്നത്. അതിൽ 200ഓളം വീടുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഒരു വർഷ കാലഘട്ടം. അതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഒരു 92% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഒരു വർഷത്തിൽ. അപ്പോൾ അത് നമ്മൾ നീതി ആയോഗിലേക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത്രയും ഒരു വലിയ അച്ചീവ്മെൻറ്റ് രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാക്കാവുന്നൊരു കാര്യമാണ്. നമ്മൾ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ അതിന് വളരെയധികം നമ്മുടെ അവിടുത്തെ ജോയിൻറ്റ് ബി ഡി ഒ വളരെയധികം ഇൻട്രസ്റ്റും എഫേർട്ടും എടുത്തിട്ടുണ്ട്. കാരണം അത് നമുക്കറിയാം, ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ പട്ടയ പ്രശ്നങ്ങളുണ്ട്, സ്ഥല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കാരണം ഇങ്ങനത്തെ ഒരു വീടെന്നൊരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് നൂലാമാലകൾ കടന്നു വരേണ്ടി വരുന്നുണ്ട്. വളരെ നിയമത്തിൻ്റെ തടസ്സങ്ങളായാലും ഭൂപ്രകൃതി ആയാലും കാലാവസ്ഥയുടെ ആയാലും നമുക്കറിയാം വളരെയധികം മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരു പബ്ലിക് ഒരു സിറ്റിസൻ്റെ വീടെന്നൊരു സ്വപ്നത്തിലേക്ക് എത്തുന്നതിനുള്ള ഹർഡിൽസ്, തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് ഇതിനകത്തൂടെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നിയമവശമായാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ട്, നമുക്കെപ്പോഴും അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഫണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൊന്നും ഒരു കാലതാമസവും വരുത്തിയിട്ടില്ല. അതിനെല്ലാം വളരെയധികം പ്രോംപ്റ്റായിട്ട് തന്നെ നടത്തിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പല നിയമവശങ്ങളുണ്ട്. ഈ വീടെന്ന സ്വപ്നമുള്ള ഒരാൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാൾക്ക് ആ നിയമവശങ്ങളെ കുറിച്ച് ചിലപ്പോൾ അറിവില്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടായിരിക്കും. പക്ഷേ അതിനെല്ലാം പഞ്ചായത്ത് ഒരു ഹാൻഡ് ഹോൾഡിങ്, അതായത് ഈ ഒരു സ്വപ്നത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇങ്ങനൊരു തടസ്സങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ വഴി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ വഴി ഒരു സിറ്റിസണ് നേരിടുന്ന തടസ്സങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതുമാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള 499 ആസ്പിറേഷണൽ ബ്ലോക്കുകൾക്ക് നമ്മളൊരു മാതൃകയാണ്. ഇങ്ങനൊരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ബ്ലോക്കുകൾക്കും, അതും ഇത്രയും കഠിനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ, ഇത്രയും സിറ്റുവേഷൻ, ലാൻഡ് ലോസും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ളൊരു സ്ഥലത്ത് ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ബ്ലോക്കുകൾക്കും ഇത് സാധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് ഒരു റിപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ നീതി ആയോഗിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അവരും വളരെയധികം പോസിറ്റീവായിട്ടാണ് ഇതിനെ റിസീവ് ചെയ്തിട്ടുള്ളത്. സമ്പൂർണ്ണത അഭിയാനിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അവർക്ക് ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥിതി? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു പാരാമീറ്ററും കൂടെ നമ്മുടെ ആ സമ്പൂർണ്ണത അഭിയാനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് ഉണ്ട് ബ്ലോക്കിൻ്റെ. അപ്പോൾ അത് എല്ലാ സെൽഫ് ഗ്രൂപ്പിലേക്കും എത്തണം എന്നുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. അതായത് ഇപ്പോൾ കുറച്ച് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് മാത്രം കൂടുതൽ ഫണ്ട് എത്തുന്നു, ബാക്കിയുള്ളവർക്ക് എത്തുന്നില്ല എന്നൊരു വിശേഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പാരാമീറ്റർ കൂടിയാണിത്. അപ്പോൾ അതിനും കൂടുതൽ ഫോക്കസ് ഇതുവഴി നൽകുന്നുണ്ട്. നിലവിലെ സ്ഥിതിയിൽ നിന്ന് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു സമ്പൂർണ്ണത അഭിയാൻ്റെ ഭാഗമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി അതിനും വളരെയധികം സഹായകമായിരിക്കും ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്. മറ്റുള്ള ആൾക്കാർ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയും ഒക്കെയാണ് അതിൻ്റെ അകത്ത് കാണുക. ഒരുപക്ഷെ ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ചലഞ്ചിങ് ആവുന്നതും ഈ ഭൂപ്രകൃതി തന്നെയല്ലേ സർ? അതും ഒരു ചലഞ്ചിങ് ആണ്. കാരണം നമുക്കറിയാം ഭൂപ്രകൃതി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നമ്മുടെ ഒരു ബ്ലോക്കിൻ്റെ ഒരു പരിധി എടുത്തു നോക്കിയാൽ തന്നെ നമുക്കിപ്പോൾ ഒരു മറയൂർ ഭാഗത്തേക്ക് അവിടെ പോകണമെങ്കിൽ തന്നെ എത്തിച്ചേരാൻ തന്നെ ഒരു 2 മണിക്കൂറോളം എടുക്കും. അപ്പോൾ മറ്റുള്ള ജില്ലകളോ അല്ലെങ്കിൽ മറ്റുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളോ നോക്കുമ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു കാര്യം അവിടെ ഒരു ലിമിറ്റേഷനായിട്ട് ചിലപ്പോൾ വരില്ല. പക്ഷേ ഇവിടെ അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മുടെ ഇതിൻ്റെ വർക്കിംഗ് ടീം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസേഴ്സ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചാർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന ദിവസം, അതായത് ഒരു ഏരിയയിൽ പോകുമ്പോൾ ഇവിടുത്തെ ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ ഒരു ഡയറക്ഷനിലേക്കാണ് എല്ലാം. അപ്പോൾ ഒരു ദിവസം അതിലേക്ക് വേണ്ടി മാത്രം പോകും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഡയറക്ഷനിൽ പോകുമ്പോൾ വഴിയിലുള്ള ബാക്കിയെല്ലാം കൂടെ ആ ഒരു റൂട്ടിൽ തന്നെ കവർ ചെയ്യാനുള്ള ഡയറക്ഷനെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഈ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ അടങ്ങിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടമലക്കുടി ഉൾപ്പെടെ പഞ്ചായത്തുകൾ പിന്നാക്ക പഞ്ചായത്തുകളാണ്. അവിടെയെല്ലാം നമുക്ക് തുടക്കത്തിൽ തന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് തന്നെ അവരെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ അവെയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ പൊതുവേ കിട്ടുന്ന പരാതി ഇത് നമ്മൾ ഓഫീസേഴ്സ് എല്ലാം പറഞ്ഞിട്ട് പോകും, പക്ഷേ താഴെയുള്ളവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട്, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് വരെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ
ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു പേഷ്യൻറ്റിന് വരെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ക്യാമ്പയിനും ഇതിനൊപ്പം തന്നെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസേഴ്സ്, ഈ ഫീൽഡിൽ ചെയ്യുന്ന ആൾക്കാർക്കും സ്പെഷ്യൽ ട്രെയിനിങ് നൽകുന്നുണ്ട്, എങ്ങനെ നമ്മുടെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാമെന്നുള്ളതും. അതുപോലെ തന്നെ അവർക്കൊരു ഡേറ്റ എൻട്രി, കാരണം ഇത് കുറച്ചുകൂടി ഒരു ഡേറ്റ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പലരും അതിനകത്ത് അത്രയും വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ അതിന് അവർക്ക് ഒരു ഡേറ്റ എൻട്രി ട്രെയിനിങ്, ഒരു ഹാൻഡ്സ് ഓൺ ഒരു ഡിജിറ്റൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ഇതിനകത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ്. അപ്പോൾ ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ ബ്ലോക്കിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ പല മേഖലകളിലും പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല, എന്നുള്ളൊരു മോശമായി കാണേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് നമുക്ക് മറ്റുള്ള നമ്മുടെ ബാക്കിയുള്ള രാജ്യത്ത് തന്നെ ഒരു മാതൃകയാക്കി നമുക്ക് നൽകാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ ഇത്രയും പാരാമീറ്റേഴ്സിൽ പിന്നോക്കം നിന്ന ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഏരിയ എങ്ങനെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സാധിക്കും, അപ്പോൾ അതിനൊരു പഞ്ചായത്തിന് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് കൂടി തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. അപ്പോൾ അതിന് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ജനങ്ങളുടെയും കൂടെ ഒരു പ്രതിനിധിയും, അതുപോലെ തന്നെ ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇതൊരു നല്ലൊരു അവസരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഒരു ഇത്രയും പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ കോംപ്രിഹെൻസീവ്, ഇതെനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെന്ന്. കാരണം എല്ലാ മേഖലകളും വളരെയധികം, ഇപ്പോൾ കുടിവെള്ളമാകാം, ഡിജിറ്റലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സാനിറ്റേഷൻ, ഹൗസിങ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നമ്മൾക്ക് അറിയാം, നമുക്ക് കുറച്ചുകൂടി ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അങ്ങനത്തെ പല മേഖലകളും ഇതിനകത്ത് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ന്യൂട്രീഷൻ, ഹെൽത്തിൻ്റെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു മൊത്തത്തിലൊരു കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിൻ്റെ അവസരമാണ്. അതിനകത്ത് സെൻറ്ററും സ്റ്റേറ്റിൻ്റെയും കൂടെ, സെൻറ്ററിൻ്റെ സ്കീംസ് ഉണ്ട്, സ്റ്റേറ്റിൻ്റെ സ്കീംസ് ഉണ്ട്. അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിൽ ഈ ഒരു 2 സ്കീംസും കൂടെ ഏകോപിപ്പിച്ച് എങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, അതുവഴി ഏറ്റവും ഔട്ട്കം കൂട്ടാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അതിന് ഇവിടുത്തെ നമ്മുടെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ ജനങ്ങളുടെയും സഹകരണവും ഇതിനകത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ജനങ്ങളും, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ഈ സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി ഈ പദ്ധതിയെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സർ. സമ്പൂർണ്ണത അഭിയാൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആസ്പിറേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സബ് കളക്ടർ ജയകൃഷ്ണൻ VM-യുമായി മനേഷ് MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.